ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ഇന്ന് വീഡിയോയിൽ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഹാർട്ട് അറ്റാക്ക്, എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്, നമുക്ക് എങ്ങനെയൊക്കെ ഹാർട്ട് അറ്റാക്ക് മാറ്റി നിർത്താം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കും, ഇതിനെ പറ്റിയിട്ട് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ പറയുന്നത്. സോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനലിൽ ഞാൻ ഹാർട്ടിന്റെ ഹെൽത്തിനെ പറ്റി അതായത് ഹൃദ്രോഗങ്ങളെ പറ്റിയും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ പറ്റിയും വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. സോ എൻ്റെ നിങ്ങൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഈ ഒരു സീരീസിലെ ഒരു എപ്പിസോഡ് പോലും നിങ്ങൾക്ക് മിസ്സാവാതിരിക്കും. സോ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ ഹൃദയരോഗത്തിന്റെ മെയിൻ ആയിട്ടൊരു ക്ലിനിക്കൽ ഫീച്ചർ തന്നെയാണ് നെഞ്ച് വേദന എന്ന് പറയുന്നത്, അഥവാ ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത്. പക്ഷെ നെഞ്ച് വേദന അഥവാ ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് വളരെയധികം കറക്റ്റ് ആയിട്ടൊരു ടേം അല്ല. കാരണം എല്ലാവർക്കും ഇതൊരു വേദനയായിട്ട് തന്നെ പ്രസന്റ് ചെയ്യണമെന്നില്ല. ആക്ച്വലി നമ്മളിത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ടേമിൽ നമ്മൾ പറഞ്ഞു ഇതിനെ ചെസ്റ്റ് ഡിസ്കംഫോർട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു അസ്വാസ്ഥ്യം എന്ന് പറയും. നമ്മുടെ നെഞ്ചിലേക്ക് വരുന്ന ഒരു അസ്വാസ്ഥ്യം, അതാണ് ചെസ്റ്റ് ഡിസ്കംഫോർട്ട് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഇതൊരു കൊളുത്തി പിടിക്കുന്നത് പോലെ തോന്നും, ചില ആൾക്കാർക്ക് ഒരു നെഞ്ചരിച്ചിൽ പോലെ തോന്നും, ചില ആൾക്കാർക്ക് അമർത്തി പിടിക്കുന്നത് പോലെ തോന്നും. അങ്ങനെ പല തരത്തിലാണ് ഈ ഒരു അസ്വാസ്ഥ്യം അഥവാ ചെസ്റ്റ് ഡിസ്കംഫോർട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പല ആളുകളും പറയുന്നതാണ് ഇടത് ഭാഗത്ത് വരുന്നതാണ് ഹൃദ്രോഗത്തിന് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ വേദന ഇടത് ഭാഗത്ത് വരും, വലത് ഭാഗത്ത് വന്നാലോ മധ്യഭാഗത്ത് വന്നാലോ യാതൊരു പ്രശ്നമില്ല എന്ന് പറയും. ഇത് വളരെയധികം രീതിയിലുള്ള തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി ഹാർട്ട് അറ്റാക്കിന്റെ മെയിൻ ആയിട്ടും ഹാർട്ട് അറ്റാക്കിന്റെ പെയിൻ വരുന്നത് നമ്മുടെ മധ്യഭാഗത്താണ്. ഇടത് ഭാഗത്ത് വരുന്നതും വലത് ഭാഗത്ത് വരുന്നതിന്റെ ചാൻസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി വളരെ കുറവാണ്. കൂടുതലും മധ്യഭാഗത്താണ് വരുന്നത്. അതുകൊണ്ട് ആൾക്കാർ പറയും ഇടത് ഭാഗത്ത് വരുന്ന പെയിൻ മാത്രമാണ് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അത് ആക്ച്വലി നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. മധ്യഭാഗത്താണ് ഏറ്റവും കൂടുതൽ അധികം ഹാർട്ട് അറ്റാക്കിന്റെ പെയിൻ വരുന്നത്. ഇടത് ഭാഗത്ത് വലത് ഭാഗത്ത് വളരെയധികം കുറവായിട്ടായിരിക്കും വരുന്നത്. മാത്രമല്ല പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് സ്വെറ്റിംഗ് അഥവാ വിയർക്കും. ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ നിങ്ങൾ വിയർക്കും. ആക്ച്വലി 30% ആൾക്കാർ മാത്രമേ ഹാർട്ട് അറ്റാക്കിന്റെ സമയം വിയർക്കാറുള്ളൂ. ബാക്കി 70% ആളുകളിലും ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ വിയർക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഹാർട്ട് അറ്റാക്കും വരുമ്പോൾ നമ്മൾ വിയർക്കും എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അപ്പം ഇടത് ഭാഗത്താണ് വേദന വരുന്നത്, സ്വെറ്റിംഗ് കാണും അല്ലെങ്കിൽ വിയർക്കും, ഇതൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ആക്ച്വലി ഇതെല്ലാം തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം മധ്യഭാഗത്താണ് ഏറ്റവും കൂടുതൽ വേദന വരുന്നതും അതുപോലെ തന്നെ 70% ആളുകളിലും ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ വിയർപ്പ് കാണത്തുമില്ല. അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് ഒരുപാടധികം ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഒരുപാടധികം ആൾക്കാർ പറയുന്നതാണ് നെഞ്ചുവേദന ആണെങ്കിൽ, ഇത് ഹാർട്ട് അറ്റാക്കിന്റെ നെഞ്ചുവേദന ആണെങ്കിൽ ഇത് കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യും, കയ്യിലേക്ക് ഈ വേദന പോകും. ആക്ച്വലി 16% ആളുകളിൽ മാത്രമേ ഈ വേദന കയ്യിലേക്ക് പോകത്തുള്ളൂ. ഇതിനെ നമ്മൾ റേഡിയേഷൻ ഓഫ് പെയിൻ അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയും. 84% ആളുകളിലും ഇത് റേഡിയേറ്റ് ചെയ്യത്തില്ല, കയ്യിലേക്ക് ഈ വേദന പോകത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കയ്യിലേക്ക് ഈ വേദന പോകുമെന്ന് പറയുന്നത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളത് വിശ്വസിക്കരുത്. ആക്ച്വലി 16% ആളുകളിൽ മാത്രമേ ഈ കയ്യിലേക്കുള്ള റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാവത്തുള്ളൂ. ബാക്കി 84% ആളുകളിലും പെയിൻ റേഡിയേറ്റിംഗ് കാണത്തില്ല. കുറെ അധികം ആൾക്കാരിൽ വരുന്ന ഒരു ചെസ്റ്റ് പെയിൻ ആണ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ജോലി ചെയ്യുമ്പോഴോ ചെസ്റ്റ് പെയിൻ വരും, അഥവാ നെഞ്ചുവേദന വരും, അല്ലെങ്കിൽ ഒരു നെഞ്ചിൽ ഡിസ്കംഫോർട്ട് വരും. എന്നാൽ ആ ജോലി നിർത്തുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ റെസ്റ്റ് എടുക്കുമ്പോഴോ ആ ഒരു വേദന മാറും. പല ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഒരു വേദന വളരെയധികം കാര്യമായിട്ട് കാണാതെ അല്ലെങ്കിൽ ഇതിനെ ട്രീറ്റ് ചെയ്യാതിരിക്കും, ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കും. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വേദന, അതായത് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ദേഹം അല്ലെങ്കിൽ ഒരു പണി ചെയ്യുമ്പോൾ നമുക്ക് വേദന വരികയും ആ ഒരു പണി നമ്മൾ നിർത്തി നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ വേദന പോവുകയും ചെയ്യും. അത് നമ്മളെ സൂചിപ്പിക്കുന്നത്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് വെസൽ അഥവാ രക്തധമനി 75% രക്തധമനിക്ക് ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 75% ബ്ലോക്ക് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, ഒരു ദേഹം അല്ലെങ്കിൽ ഒരു പണി ചെയ്യുമ്പോൾ നമുക്ക് നെഞ്ചുവേദന വരികയും ആ പണി നിർത്തുമ്പോൾ നമുക്ക് നെഞ്ചുവേദന പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു രക്തധമനിയിൽ 100% ബ്ലോക്ക് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അതിനെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. രക്തധമനിയിൽ 100% ബ്ലോക്ക് ഉണ്ടായിട്ട് എന്ത് പറ്റും, അങ്ങോട്ടേക്ക് ബ്ലഡ് പോകത്തില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇവിടെ ഒരു 100% ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്തേക്ക് ബ്ലഡ് പോകത്തില്ല. അപ്പൊ അപ്പുറത്തെ ഭാഗത്തേക്ക് ബ്ലഡ് പോകാതിരിക്കും എന്ത് ചെയ്യും, അപ്പുറത്തെ ഭാഗത്തേക്കുള്ള സെല്ലുകൾക്ക്, കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പൊ ആ സെല്ലുകൾക്ക് അല്ലെങ്കിൽ കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതിരിക്കും എന്ത് ചെയ്യും, ആ സെല്ല് നശിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു 20 മിനിറ്റിൽ തന്നെ ഈ ബ്ലഡ് കിട്ടാത്ത കോശങ്ങൾ നശിച്ചു തുടങ്ങുകയും അതാണ് നമ്മൾ ആക്ച്വലി ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ഒരു മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലഡ് അപ്പുറത്തേക്ക് കിട്ടാതിരിക്കുകയും അതുവഴി നമ്മുടെ കോശങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെയിൻ വരുവാണ്, ഇങ്ങനെ ഒരു ഡിസ്കംഫർട്ട് നിങ്ങളുടെ ചെസ്റ്റിൽ വരുവാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് കാണിക്കുക. കാരണം 75% നിങ്ങളുടെ രക്തധമനികൾ അടഞ്ഞിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പണി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേദന വരികയും അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് വരികയും ആ പണി നിർത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്കംഫർട്ട് പോവുകയും ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു കാർഡിയോളജിസ്റ്റിനെ കൊണ്ടുപോയി നമ്മൾ ഇത് കാണിക്കുക, നമ്മുടെ ബ്ലോക്ക് തിരിച്ചറിയുക, അത് ട്രീറ്റ്മെന്റ് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മയോകാർഡിയൽ ഇൻഫാർക്ഷൻ വന്നു കഴിഞ്ഞാൽ മരിക്കാനുള്ള മോർട്ടാലിറ്റി റേറ്റ് വളരെയധികം കൂടുതലുമായിരിക്കും. സോ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിക്കോഷൻ എടുക്കേണ്ട കാര്യമാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനൊരു ഫീച്ചർ അല്ലെങ്കിൽ ഇങ്ങനൊരു സിംറ്റം വരുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറിനെ കാണിക്കേണ്ടത് വളരെയധികം അനിവാര്യം. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്നാണ്? ബേസിക്കലി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ അടഞ്ഞ രക്തക്കുഴൽ നമ്മൾ തുറക്കുകയും അവിടെയുള്ള രക്തപ്രവാഹം പഴയതുപോലെ നോർമൽ സ്റ്റേറ്റിലേക്ക് ആക്കുകയും ചെയ്യണം. അപ്പൊ ഇതാണ് ഇവിടെ ഉള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതിനായിട്ട് നമ്മൾ 2 ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒന്നാണ് നമുക്ക് മരുന്നുകൾ, ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ്, അഥവാ നമ്മൾ മരുന്നുകളുടെ ഉപയോഗം എന്ന് പറയും. അപ്പൊ മരുന്നുകൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ബ്രെയിനിലേക്ക് കുത്തിവെക്കുകയും ഇന്റർവീനസ് ആയിട്ട് നമ്മൾ മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ മരുന്നുകളിൽ നിന്ന് ഈ ക്ലോട്ടിനെ നമ്മൾ അവിടെ അലിയിപ്പിച്ച് കളയുകയും നമുക്ക് അവിടെ പഴയതുപോലെ രക്തപ്രവാഹം ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ 54% മാത്രമേ ഇതിന്റെ സക്സസ് റേറ്റ് ഉള്ളൂ. പല ആളുകളിലും ഈ മരുന്ന് കുത്തിവെക്കുമ്പോൾ ഈ മരുന്ന് എന്നിട്ട് ക്ലോട്ടിനെ അലിയിച്ച് കളയാതിരിക്കുകയും പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും 54% ആളുകളിൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആയിട്ടുള്ളൂ. ബാക്കി ശതമാനം ആളുകളിൽ ഇത് ഒട്ടും തന്നെ എഫക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് ഇപ്പൊ നമ്മൾ വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് യൂസ് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ടെക്നിക്ക്. ഈ ആൻജിയോപ്ലാസ്റ്റി 98% ആളുകളിലും ഇത് വളരെയധികം സക്സസ് ആണ്. എന്നാലും 2% ആളുകളിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാടധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 98% സക്സസ് റേറ്റ് ഉള്ള ആൻജിയോപ്ലാസ്റ്റിയും 54% സക്സസ് റേറ്റ് ഉള്ള ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റുമാണ് നമ്മുടെ ഈ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്ലോക്ക്, ഒരു 75% ബ്ലോക്കിനെ നമ്മൾ മാറ്റാനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ അതിന്റെ മൊഡാലിറ്റി എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ബേസിക്കലി നമ്മൾ 4 കാര്യങ്ങളാണ് ഇതിന് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം ഫാറ്റ് കുറയ്ക്കുക, കൊഴുപ്പുള്ള ആഹാരം നമ്മുടെ ലൈഫിൽ കുറയ്ക്കുക. 2 കലോറി കുറയ്ക്കുക. 3 സോൾട്ട് അഥവാ ഉപ്പ് കുറയ്ക്കുക. 4 എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിലുള്ള നാരുകളുടെ അളവ്, ഫൈബർ കണ്ടന്റ് കൂട്ടുക. അപ്പൊ ഈ 4 കാര്യമാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത്. 1 നമ്മുടെ ഫാറ്റ് കുറയ്ക്കുക, 2 കലോറി കുറയ്ക്കുക, 3 സോൾട്ട് കുറയ്ക്കുക, 4 ഫൈബർ കൂട്ടുക. അപ്പൊ ബേസിക്കലി നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ 2 തരം കൊഴുപ്പുണ്ട്. ഒന്ന് HDL കൊളസ്ട്രോൾ, ദാറ്റ് ഇസ് ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയും. അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോൾ. അപ്പൊ HDL, H ഫോർ ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോൾ HDL. LDL എന്ന് പറയുമ്പോൾ ചീത്ത കൊളസ്ട്രോൾ അഥവാ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയും, ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. അപ്പൊ എപ്പോഴും ഹൃദയത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി HDLന്റെ അളവ് വളരെയധികം കൂടി നിൽക്കണം, LDLന്റെ അളവ് വളരെയധികം കുറഞ്ഞു നിൽക്കണം. കാരണം ഈ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാവാൻ സഹായിക്കുന്നതാണ് LDL, അല്ലെങ്കിൽ LDL കാരണമാണ് ഈ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ബ്ലോക്കിനെ മാറ്റാൻ സഹായിക്കുന്നതാണ് HDL. കാരണം HDL എന്ത് ചെയ്യും? ഈ ഒരു LDL വന്ന് അടഞ്ഞിരിക്കുമ്പോൾ HDL എന്ത് ചെയ്യും? HDL ആ LDLന് ആ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് അതിനെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ HDL ആണ് ഏറ്റവും കൂടുതൽ ഹെൽത്തി കൊളസ്ട്രോളും. അതിന്റെ അളവ് നമ്മൾ വളരെയധികം ശരീരത്തിൽ കൂട്ടുകയും ചെയ്യണം. LDLന്റെ അളവ് വളരെയധികം നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുകയും ചെയ്യണം. അപ്പൊ എന്തൊക്കെ ആഹാരമാണ് നമുക്ക് കഴിച്ചുകൂടാ? നമ്മൾ ജങ്ക് ഫുഡ് കുറയ്ക്കുക, അതുപോലെ റെഡ് മീറ്റ് കുറയ്ക്കുക, മട്ടൺ കുറയ്ക്കുക, ബീഫ് കുറയ്ക്കുക, പന്നിയിറച്ചി കുറയ്ക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ മാക്സിമം നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഏതെണ്ണ ഉപയോഗിക്കണം എന്ന് ചോദിക്കുന്നത് വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഏറ്റവും പുതിയ സ്റ്റഡീസ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് നമ്മുടെ കോക്കനട്ട് ഓയിലിനേക്കാൾ ഏറ്റവും ബെസ്റ്റും. സൺഫ്ലവർ ഓയിൽ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ പുതിയ സ്റ്റഡീസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ സൺഫ്ലവർ ഓയിൽ ഈസ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈസ് ഹെൽത്തിയർ ദാൻ കോക്കനട്ട് ഓയിൽ എന്നാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത്. അതുപോലെ തന്നെ നാരടങ്ങിയ ഫുഡ് ഒരുപാട് കഴിക്കുക. മാത്രമല്ല നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ഫൈബർ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ കൂടും. മാത്രമല്ല ഈ ഫൈബർ കണ്ടന്റ് കൂടുമ്പോൾ നമുക്ക് പൊണ്ണത്തടി ഉണ്ടാവാനുള്ള ചാൻസ് കുറയും. കാരണം നമ്മൾ ഫൈബർ കണ്ടന്റ് നമ്മൾ ഒരുപാട് ഫൈബേഴ്സ് കഴിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് വയറ് പെട്ടെന്ന് നിറയും. വയറ് പെട്ടെന്ന് നിറയുന്നത് വഴി നമ്മൾ വലിച്ചുവാരി നമ്മുടെ ആഹാരം കഴിക്കുന്നത് നിർത്തും. അപ്പം നമുക്ക് പൊണ്ണത്തടി ഉണ്ടാവുന്നത് കുറയും. LDL കൊളസ്ട്രോൾ ബോഡിയിൽ കുറയും, HDL കൊളസ്ട്രോൾ കൂടും. മാത്രമല്ല പഴങ്ങളിൽ ഒരുപാടധികം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഈ ആന്റി ഓക്സിഡൻസ് ഹൃദയത്തിന്റെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല ഈ പഴങ്ങളിൽ
ഫോളിക് ആസിഡ് ഉണ്ട്. ഈ ഫോളിക് ആസിഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോളിക് ആസിഡ് ആക്ച്വലി ഹോമോസിസ്റ്റിനെ കുറയ്ക്കും. അപ്പോൾ ഈ ഹോമോസിസ്റ്റിന്റെ ലെവൽ നമ്മുടെ ബ്ലഡിൽ കുറയ്ക്കും. ഈ ഹോമോസിസ്റ്റിനാണ് നമുക്ക് ഒരുപാടധികം ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ഏറ്റവും ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹോമോസിസ്റ്റിൻ. അപ്പോൾ ഈ ഫോളിക് ആസിഡ് എന്താ ചെയ്യുന്നത്? ഹോമോസിസ്റ്റിന്റെ ലെവൽ കുറയ്ക്കുകയും ഹൃദയത്തിന്റെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പഴങ്ങളിൽ ഒരുപാടധികം പൊട്ടാസ്യം ഉണ്ടായിരിക്കും. അപ്പൊ ഈ പൊട്ടാസ്യം എന്താ ചെയ്യുന്നത്? പൊട്ടാസ്യം ആക്ച്വലി ഹൃദയത്തിന്റെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഹാർട്ട് അറ്റാക്ക് വരുന്നത് വളരെയധികം രീതിയിൽ പ്രിവെന്റ് ചെയ്യും ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ പൊട്ടാസ്യം ഒരുപാടധികം നമ്മുടെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും, നമ്മുടെ മത്തങ്ങ, ഇതിലൊക്കെ ഒരുപാടധികം പൊട്ടാസ്യം ഉണ്ട്. സോ നിങ്ങൾ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ഈ ഒരു കാർഡിയോവാസ്കുലർ ഡിസീസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് എക്സസൈസ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് ബ്രിസ്ക് വാക്കിംഗ്, ഇപ്പൊ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നതെന്ന് വെച്ചാൽ ബ്രിസ്ക് വാക്കിംഗ് ആണ് ഏറ്റവും നല്ലൊരു എക്സസൈസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഒരു 20 മിനിറ്റ് നിങ്ങൾ വളരെയധികം സ്പീഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ നടന്ന് നമ്മുടെ ടൗണിലേക്ക് പോകുന്ന ഒരു സ്പീഡല്ല, അല്ലെങ്കിൽ ഒരു നടത്ത മത്സരത്തിന് നടക്കുന്ന പോലത്തെ സ്പീഡും അല്ല. ആക്ച്വലി 3 to 4 മൈൽസ് പെർ അവർ, ഇതാണ് നമ്മുടെ റെക്കമെൻഡഡ് സ്പീഡ്. ബ്രിസ്ക് വാക്കിങ്ങിന്റെ ഡെഫിനിഷനിൽ പറയുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ വാക്കിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 3 to 4 മൈൽസ് പെർ അവർ. ഇതാണ് 3 to 4 മൈൽസ് ഒരു മണിക്കൂർ നടക്കുന്ന രീതിയിൽ, അതാണ് നമ്മുടെ ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 20 മിനിറ്റ് നമുക്ക് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് ബ്രിസ്ക് വാക്കിംഗ് അല്ല നമ്മൾ പറയുന്ന എക്സസൈസ് ആണ് സ്വിമ്മിങ്, ഡാൻസിങ്, ഇതൊക്കെ വളരെയധികം നല്ലൊരു എക്സസൈസ് ആണ്. സൈക്ലിംഗ് വളരെയധികം നല്ലതാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ബ്രിസ്ക് വാക്കിംഗ് ആണ്. അപ്പോൾ സ്ഥിരമായിട്ടൊരു ആഴ്ചയിൽ 6 ദിവസം 20 മിനിറ്റ് വീതം എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരിൽ 41% വരെയും നമ്മുടെ ഹാർട്ട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾ വരാനുള്ള അളവ് കുറയ്ക്കുന്നുണ്ട്. മാത്രം 27% വരെയും ഹൃദ്രോഗം ബാധിച്ച ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു ഹൃദ്രോഗം മാറ്റി നിർത്താനും അതുപോലെ തന്നെ ഹൃദ്രോഗം കൺട്രോൾ ചെയ്യാനും ഹൃദ്രോഗത്തിന്റെ കോംപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യാനും 27% വരെയും ഇത് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഒരുപാടധികം ആൾക്കാർ ചോദിക്കുന്നതാണ് നമ്മുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് നല്ലതാണോ? അപ്പൊ ഒരുപാട് വെയിറ്റ് ഒരുമിച്ച് പൊക്കുന്നതിനേക്കാളും വളരെയധികം പ്രോഗ്രസീവായിട്ട് നമ്മൾ പൊക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമ്മൾ ജിമ്മിൽ പോയിട്ട് 10 കിലോ എടുത്ത് പൊക്കുന്നതിനും നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ബേസിക് 2.5 കിലോ വീതം ട്രെയിൻ ചെയ്ത് പ്രോഗ്രസീവ് ട്രെയിനിങ് ഉണ്ടാക്കിയെടുക്കുക. പ്രോഗ്രസീവായിട്ട് നിങ്ങൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഹാർട്ടിന്റെ മസിലിന്റെ കോണ്ടോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ജിമ്മിൽ പോയിട്ട് ഒരു 10 കിലോ നമ്മൾ ആദ്യം തന്നെ ഒരു ഈഗോ ലിഫ്റ്റിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാർട്ടിന് വളരെയധികം ദോഷമായിട്ട് ബാധിക്കുകയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രോഗ്രസീവ് ട്രെയിനിങ് ചെയ്യുക. പ്രോഗ്രസീവ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് ഹാർട്ടിന്റെ കോണ്ടോർ മസിലിന്റെ കോണ്ടോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത് ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് വളരെയധികം ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിപ്രഷനും സ്ട്രെസ്സും. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താ, നമ്മുടെ ബോഡിയിൽ ഒരുപാടധികം ഹാപ്പി ഹോർമോൺസ്, എൻഡോർഫിൻസ് റിലീസ് ചെയ്യുന്നു. ഈ എൻഡോർഫിൻസും ഹാപ്പി ഹോർമോൺസും സ്ട്രെസ് കുറയ്ക്കാനും ഡിപ്രഷൻ കുറയ്ക്കാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. കാരണം സ്ട്രെസ്സും ഡിപ്രഷനും കുറയ്ക്കുകയും അതുവഴി നമുക്ക് ഹാർട്ടിന്റെ ഹെൽത്തിന് വളരെയധികം നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് കുറയ്ക്കാനുള്ള മെയിൻ ആയിട്ട് വഴി എന്ന് പറയുന്നത് സ്ട്രെസ്സിന്റെ കാരണം നമ്മൾ കണ്ടെത്തുകയും ആ കാരണത്തെ നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യണം. മാത്രമല്ല എപ്പോഴും നമ്മളൊരു ടൈപ്പ് എ പേഴ്സണാലിറ്റി, എപ്പോഴും നമുക്ക് ജയിക്കണം എന്നുള്ള ഒരു ആർത്തി നമ്മൾ എപ്പോഴും മാറ്റിവെക്കുക. ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് ഹൃദ്രോഗങ്ങളുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ലിമിറ്റേഷൻസ് അറിയുക. ലിമിറ്റേഷൻസ് അറിഞ്ഞിട്ട് മാത്രം നമ്മൾ പ്രവർത്തിക്കുക. ഞാൻ ഒരിക്കലും പറയുന്നത് നമുക്ക് അംബീഷ്യസ് അതല്ല ഞാൻ പറയും. നമുക്ക് പറ്റുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഈഗോയും നമുക്ക് വളരെയധികം വാശിയും ആ ഒരു കാര്യം നമ്മൾ വളരെയധികം കുറച്ച് വെക്കുക. കാരണം ടൈപ്പ് പേഴ്സണാലിറ്റിയിലുള്ള ആൾക്കാർക്ക് വളരെയധികം രീതിയിൽ ഹാർട്ടിന്റെ ഹെൽത്തിന് വളരെയധികം ബാഡായിട്ട് ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആ ഒരു ടൈപ്പ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹാർട്ടിന്റെ ഹെൽത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹാർട്ടിന്റെ പ്രശ്നം വരാനായിട്ട് വളരെയധികം രീതിയിൽ ചാൻസ് ഉള്ളവരായിരിക്കും. പിന്നെ മാത്രമല്ല ഒരു മിനിമം നമ്മളൊരു 6 മണിക്കൂർ നമ്മൾ ഉറങ്ങുക, എല്ലാ ദിവസവും ഉറങ്ങുക. ഉറക്കക്കുറവും നമുക്ക് സ്ട്രെസ് കൂട്ടും, ഡിപ്രഷൻ കൂട്ടും, ആങ്സൈറ്റി കൂട്ടും. ഇതും ഹാർട്ടിന്റെ ഹെൽത്തിനെ വളരെയധികം ദോഷമായിട്ട് ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്ലാനിങ്, എല്ലാ ദിവസവും അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് വളരെയധികം രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു പവർ നാപ്പ് എടുക്കുന്നത്, ഒരു 10-15 മിനിറ്റ് നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് കിടന്ന് ഉറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. അത് നമ്മുടെ സ്ട്രെസ്സിനെ ആങ്സൈറ്റിയെ വളരെ രീതിയിൽ കുറയ്ക്കുകയും ഹാർട്ടിന്റെ ഹെൽത്തിനെ വളരെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നമ്മൾ യോഗ ചെയ്യുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെയധികം രീതിയിൽ നല്ലതായിരിക്കും. മാത്രമല്ല എല്ലാ ആൾക്കാരും ഒരു ഹോബി ഡെവലപ്പ് ചെയ്യും, ആ ഹോബി ചെയ്യുകയും എല്ലാ ദിവസവും ആ ഹോബി ചെയ്യുന്നതും വളരെ രീതിയിൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിപ്രഷനും കുറയ്ക്കാൻ നല്ലതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം രീതിയിൽ നിങ്ങളുടെ ഹാർട്ടിന്റെ ഹെൽത്തിനെ ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ ഇംപ്രൂവ് ചെയ്യാനും വളരെ രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഇത് പറ്റത്തില്ല എനിക്ക് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. അപ്പോൾ ഒരുപാടധികം നമ്മൾ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചെയ്യുമ്പോൾ ഇത്
സ്ട്രെസ് കൂട്ടുകയും ഇത് നമ്മുടെ ബോഡിയിലുള്ള അക്യൂട്ട് ഫേസ് റിയാക്ടൻസ് കൂട്ടുകയും ഹാർട്ടിന്റെ ഹെൽത്തിനെ വളരെയധികം ബാഡ് ആയിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക. ഒരിക്കലും എപ്പോഴും നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ എപ്പോഴും നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട്, നമ്മളെ വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട്, നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും എത്രയൊക്കെ ബിസി ഷെഡ്യൂൾ ആണെങ്കിലും നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഒരു കുറച്ച് നേരമെങ്കിലും നിങ്ങളുടെ ഫാമിലിയായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട്, നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാരുമായിട്ട്, അത് ആരാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങളൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ബോഡിയിലുള്ള എൻഡോർഫിൻസ് വളരെ രീതിയിൽ കൂട്ടുകയും ഹാപ്പി ഹോർമോൺസ് കൂട്ടുകയും ഡോപ്പമീൻ കൂട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ വളരെയധികം രീതിയിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതോടെ നമ്മുടെ ഹൃദയത്തിന്റെ ഹെൽത്ത്, ഹൃദയത്തിന്റെ ആരോഗ്യം വളരെ രീതിയിൽ നല്ലതായിട്ട് ഇമ്പ്രൂവ് ആവുകയും ചെയ്യുന്നു. പിന്നെ അടുത്തൊരു കാര്യമാണ് നമ്മുടെ സ്മോക്കിംഗ് കുറയ്ക്കുക, സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക, ഡ്രിങ്കിങ് നമ്മൾ നിർത്തുക. അപ്പൊ നമുക്കറിയാം ആൽക്കഹോൾ, മദ്യപാനം, അതുപോലെ തന്നെ പുകവലിയും ഫുള്ളായിട്ട് നിർത്തുക. ഇതെല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് റിസ്ക് ഫാക്ടറാണ്, നമ്മുടെ ഹാർട്ട് അറ്റാക്കിനായിട്ടുള്ള മെയിൻ റിസ്ക് ഫാക്ടറാണ് നമ്മുടെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്. ഇത് നമ്മൾ പൂർണ്ണമായിട്ട് നിർത്തുക. പിന്നെ എല്ലാ ആളുകളും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ രക്തത്തിലുള്ള ബ്ലഡ് കൊളസ്ട്രോള്, ബ്ലഡ് ഗ്ലൂക്കോസ്, ബ്ലഡ് പ്രഷർ, ഇത് മൂന്നും നമ്മൾ എല്ലാ ആളുകളും ചെക്ക് ചെയ്യുക. അത് കുഞ്ഞു കുട്ടികളാണ് എന്ന് വെച്ചാൽ ഒരു 18 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ ആളുകളും ഇത് റെഗുലർ ആയിട്ട് ഇത് ചെക്ക് ചെയ്യുക. കാരണം കുട്ടികളിൽ പോലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇപ്പം വരാൻ വളരെയധികം ചാൻസ് ആണ്. കാരണം ഒരുപാടധികം ബാഡ് ഈറ്റിംഗ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലുമാണ് എല്ലാ ആൾക്കാരും ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം 18 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ ആളുകളും ബ്ലഡ് ഗ്ലൂക്കോസും ബ്ലഡ് കൊളസ്ട്രോളും അതുപോലെ ബ്ലഡ് പ്രഷർ നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ നോർമൽ ആയിട്ട് തന്നെ നിർത്താൻ ശ്രമിക്കുക. ഇത് അബ്നോർമൽ ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കൊണ്ട് കാണിക്കുകയും ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കുകയും മരുന്ന് കഴിച്ചതും വളരെ രീതിയിൽ കുറച്ച് നിർത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് ഒരുപാടധികം രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും. ഇത് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ അഥവാ ഹാർട്ട് അറ്റാക്കിനൊക്കെ വളരെയധികം രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടർ ആയിരിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ അഥവാ ഹാർട്ട് അറ്റാക്ക് നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ അഥവാ ഹാർട്ട് അറ്റാക്ക് നമുക്ക് തടയാനായിട്ട് ശ്രമിക്കും, ഇതിനെപ്പറ്റിയായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നത്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ ടിൽ ദെൻ ഇറ്റ്സ് മീ പ്രണവ് പി നായർ. ബൈ ബൈ.